ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അത് ഹോസ്റ്റലിലെത്തിയെന്നേ നിന്റെ കാതിൽ പറയാൻ വരുമായിരുന്നു. അപ്പോഴേക്കും നീ എണീറ്റു. അല്ല, നീ ഉറങ്ങുമായിരുന്നില്ലേ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്ത്? മാഡം എന്താ ആലോചിച്ചേ? ലൈഫിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാല്ലേ, അല്ലേ? യെസ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിനക്കെന്ന് കല്യാണം കഴിക്കാൻ പറ്റാതെ മറ്റാരെങ്കിലും കല്യാണം കഴിക്കേണ്ടി വന്ന് എന്ത് ചെയ്യും? പറയടാ. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. നമ്മളൊന്ന് വിചാരിക്കുന്നു, നടക്കുന്നത് മറ്റൊന്നായിരിക്കും. ഒരു ദിവസം എന്റെ ചോദ്യം സത്യമായ നീ എന്ത് ചെയ്യും? എനിക്ക് നിന്റെ മറുപടി കിട്ടിയേ പറ്റൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല ശ്രേയ. നിന്റെ ചോദ്യം സത്യമാവില്ല. എന്റെ വിശ്വാസം എന്നിലോ നിന്നിലോ അല്ല ശ്രേയ, നമ്മുടെ സ്നേഹത്തില. നീ പറയുന്നതൊക്കെ ശരിയാ, അങ്ങനെ ഉണ്ടാവില്ല. സപ്പോസ് അങ്ങനെ ഉണ്ടായ? സപ്പോസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാ ഞാൻ ഇല്ലാതാവുമെന്നല്ലാതെ നിന്നെ വിട്ട് ഞാൻ പോവില്ല. ജീവിതമായാലും മരണമായാലും നമ്മൾ ഒരുമിച്ചായിരിക്കും ശ്രേയ. നീ ഇതേ പറയൂന്ന് എനിക്കറിയാം. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും നമ്മൾ പിരിയില്ല, ഒരുമിച്ചുണ്ടാവും. എന്ത് വന്നാലും നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാം. നമ്മുടെ ദൈവങ്ങൾക്ക് പോലും നമ്മളെ അകറ്റാൻ പറ്റില്ല. അവരൊക്കെ അനുഗ്രഹിച്ച് നമ്മളെ ഒന്നാക്കും.
അക്കുച്ചേട്ടൻ ഇഷ്ടത്തിലായിരുന്നത് ശ്രേയ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. പക്ഷെ ശ്രേയ അക്കുച്ചേട്ടനെ എത്ര ഡീപ്പായിട്ട് സ്നേഹിച്ചിരുന്നെന്ന് ഞാൻ ഇന്ന് ഡയറി വായിച്ചപ്പോ അതിലെ ചില വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അക്കുച്ചേട്ടനെ ശ്രേയ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം അക്കുച്ചേട്ടൻ എങ്ങനെയായിരിക്കണം എന്ന് വരെ ശ്രേയ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. ശ്രേയ എത്രയോ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശ്രേയ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന് എല്ലാ സ്വപ്നങ്ങളും ഇല്ലാതാക്കി. അക്കുച്ചേട്ടന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരത്തെ പറ്റി ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ആ മോതിരം ഇടുമ്പോ വിരൽ ഇറിറ്റേഷൻ തോന്നുന്നു, അതുകൊണ്ട് ഊരി മാറ്റിയതല്ലേ. മോതിരല്ലല്ലോ ഊരി മാറ്റിയത്, അക്കുച്ചേട്ടന്റെ മനസ്സിന്ന് ശ്രേയല്ലേ. ശ്രേയയുടെ ഓർമ്മകളെ അക്കുച്ചേട്ടൻ മാറ്റിവെച്ചത്